40 വർഷക്കാലമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകനായിരുന്ന ജെയ്മി ബ്രദറിന്റെ മൃതസംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറാന ദേവാലയത്തിൽ വെച്ച് നടക്കും. ഭൗതിക ശരീരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 പോട്ട ആശ്രമത്തിൽ എത്തിക്കുകയും തുടർന്ന് പ്രാർത്ഥനയും പൊതുദർശനവും ഉണ്ടായിരിക്കുന്നതുമാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 പോട്ട ആശ്രമത്തിൽ നിന്നും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവരികയും ചെയ്യും. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ 7:15 വരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥനയ്ക്കും പൊതുദർശനത്തിനും സൗകര്യമുണ്ടായിരിക്കും. 7:15 ഡിവൈനിൽ നിന്നും ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര സ്വഭവനത്തിലേക്ക് ആരംഭിക്കുകയും രാവിലെ 9:45 ഭവനത്തിൽ നിന്നും സംസ്കാര ശുശ്രൂഷ ആരംഭിക്കുകയും 10 മണിക്ക് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറാന ദേവാലയത്തിൽ സംസ്കാര ശുശ്രൂഷയുടെ അവസാനഘട്ടം നടക്കുകയും ചെയ്യും. വർഷങ്ങളായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ മെയിൻ സ്റ്റേജിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ബ്രദർ ജെയ്മി മേനാച്ചേരി ഇന്ന് രാവിലെയാണ് നിത്യസമ്മാനത്തിനായി യാത്രയായത്. ഇന്നലെ രാത്രി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ പതിവ് ശുശ്രൂഷകൾ പൂർത്തിയാക്കി വീട്ടിലെത്തിയതിനു പിന്നാലെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോട്ട ആശ്രമത്തിലെ ആദ്യകാല ധ്യാനങ്ങൾ മുതൽ ഫാദർ ജോർജ് പനക്കൽ VC, ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ VC എന്നിവരോടൊപ്പം ആത്മീയ ശുശ്രൂഷകളിൽ ബ്രദർ ജെയ്മി സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ 4 പതിറ്റാണ്ടോളം നീണ്ട വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹം ദിവസവും പുലർച്ചെ 5:30 മുതൽ രാത്രിയിലെ ശുശ്രൂഷകൾ അവസാനിക്കുന്നതുവരെ അങ്ങേയറ്റം അർപ്പണബോധത്തോടെയാണ് സേവനം ചെയ്തിരുന്നത്. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെയും ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളിൽ മുഴുകിയിരുന്ന അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വേർപാട് ഏറെ വേദനാജനകമാണ്. ഭാര്യ റാണി, റിയ, അപ്പു, റോസ്മേരി, കൃപ എന്നീ 4 മക്കൾ അടങ്ങുന്നതാണ് കുടുംബം. പാലാ MLA മാണി C. കാപ്പൻ ഭാര്യ സഹോദരനാണ്.